എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് കിരണിന്റെ കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പ്രകാശം ഭയങ്കര സന്തോഷത്തോടു കൂടി പോയി കണ്ണാടി മുന്നിൽ നിന്ന് ഒരുങ്ങുവാണ്. ഈ സമയം വിക്രം വന്നിട്ട് ചോദിച്ചു, അല്ലച്ചാ അച്ഛൻ എന്തിനാ ഇത്ര മാത്രം ഒരുങ്ങുന്നേ? മരണ വീട്ടിലേക്ക് പോകല്ലേന്ന് ചോദിക്കാം. എടാ മോനെ, മരണ വീട്ടിലേക്ക് പോകും വേണം നല്ല സെറ്റായിട്ട് നമ്മൾ ഒരുങ്ങിപ്പോൻ. അതെന്താ അച്ഛാ അങ്ങനെ പറഞ്ഞേ? നമുക്ക് സന്തോഷമുള്ള കാര്യമല്ലേ. പിന്നെ പോരാത്തിന് അവിടെ പോയി നല്ലൊരു അഭിനയം തന്നെ കാഴ്ചവെക്കണമെന്ന് പറയണം. അഭിനയം കാഴ്ചവെക്കണം. പിന്നെ നമ്മുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടെങ്കിലും പുറമെ നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് അഭിനയിക്കണം. കാരണം സങ്കടം വന്നുള്ള രീതിയിൽ അഭിനയിക്കണം എന്ന് പറയാം. അത് ശരിയാ, അത് നല്ല കാര്യമെന്ന് പറയണം. നിനക്കറിയാലോ, ആ സേനനുണ്ടല്ലോ, ആ കല്യാണിയെ എന്നെ കൊണ്ട് മോളേന്ന് വിളിപ്പിച്ചവനാ. അപ്പൊ അവനെ വെറുതെ വിടാൻ പാടണം. ഒരു കാരണവശാലും വെറുതെ വിടാൻ പാടില്ല എന്ന് പറയണം. അവനുള്ള ശിക്ഷയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ സന്തോഷിക്കണം എന്ന് പറയണം. വിക്രം പറഞ്ഞു, അത് ശരിയാ, എന്നെയും കുറെ ദ്രോഹിച്ചിട്ടുള്ളതാ. അപ്പൊ അയാളെ വെറുതെ വിടാൻ പാടില്ല. നമുക്ക് നല്ല തലയെടുപ്പോട് കൂടി തന്നെ ഇന്ന് പോയി നിൽക്കണമെന്ന് പറയണം. അത് ശരിയാ. ഇനി ആ കല്യാണിക്കിട്ട് കിരണിട്ട് വേണ്ട അടുത്ത അടി കിട്ടാനായിട്ടുള്ളത്. അതിപ്പോ ആര് കൊടുത്തില്ലെങ്കിലും നമ്മൾ കൊടുക്കൂന്ന് പറയണം. അങ്ങനെ അവർ സന്തോഷിക്കുകയാണ്. ഈ സമയത്ത് ശാരിയും സാരിയും കൂടെ രാഹുലിനെ നോക്കിയിരിക്കുകയാണ്. ഇതുവരെയായിട്ടും കണ്ടില്ല. വിളിക്കൂന്ന് നിന്റെ അച്ഛൻ പറഞ്ഞിട്ട് ഇതുവരെയായിട്ടും വിളിച്ചില്ല മോളെന്ന് പറയണം. അത് ചിലപ്പോ വിളിക്കേണ്ട ആവശ്യമൊന്നും വന്ന് കാണത്തില്ലെന്ന് പറയണം. അപ്പോഴേക്കും രാഹുലിന്റെ വണ്ടി അങ്ങോട്ട് വന്നു. കാറിന് രാഹുൽ അങ്ങോട്ട് ഇറങ്ങി അകത്തേക്ക് വരുവാണ്. പെട്ടെന്ന് സരി ചോദിച്ചു, അല്ല എന്താ ചേച്ചേ പോയിട്ട് കാര്യങ്ങള് വിളിക്കുമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കാത്തേന്ന് ചോദിക്കാം. അപ്പോഴാണ് ശാരി ആ കാഴ്ച കാണുന്നത്. രാഹുലിന്റെ കവിളിലൊക്കെ പാട് കിടക്കണേ. അങ്ങനെയാണെങ്കിൽ എവിടുന്നോ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ആഹാ, കൊള്ളാലോ മോളെ, നിനക്ക് മനസ്സിലായില്ലേ? ഇതേ പോയിട്ട് വിളിക്കാത്തതിന്റെ കാരണം എന്താന്ന് നല്ല രീതിയിൽ എവിടുന്നോ കിട്ടിയിട്ടുണ്ട്. പെങ്ങളാണോ അതോ ഇനിയിപ്പോ ആ സേനാണോ കൊടുത്തതെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അതുകൊണ്ടാണ് നമ്മളെ വിളിക്കാതിരുന്നേന്ന് പറയാം. നല്ല കഥയായി പോയെന്ന് പറയാം. ഇത് കേട്ടപ്പം സരി വിളിച്ച് ശരിയാണോ അച്ഛാന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ രാഹുലിന് അവിടെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. അപ്പോഴാണ് മനോഹറിന്റെ വരവ്. മനോഹർ അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് രാഹുലിനെ അടിമുടിയും നോക്കി. ആ കൊള്ളാലോ അമ്മായിച്ച, ആരോ എടുത്ത് നന്നായിട്ട് മെതിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയാണ്. കേൾക്കേണ്ട താമസം. അല്ലെങ്കിൽ തന്നെ സമനില തെറ്റിയ പോലെ നിൽക്കുക രാഹുല്. ചെന്ന് അവന്റെ കോളറിനങ്ങോട്ട് കയറി കുത്തിപ്പിടിച്ചു. പിന്നീട് ആ ഫിത്തിയിലേക്ക് അങ്ങ് ചേർത്ത് നിർത്തിയിട്ട് നാളിനെ അങ്ങോട്ട് പൊട്ടിക്കുകയാണ്. എടാ, ആരാ മെതിച്ചാന്ന് നിനക്ക് അറിയണമല്ലേ? എന്നാ പറയാടാ, ഞാൻ ആരാ മെതിച്ചാന്ന് നിനക്ക് അറിയണോന്ന് ചോദിക്കാം. അയ്യോ വേണ്ടായോ എന്ന് മനോഹർ പറയാ. അല്ലടാ, നിന്നോട് ഞാൻ പറയാടാ എന്ന് പറയാണ്. ശാരി പറഞ്ഞു, വിട് മനുഷ്യ, അവനെ വിടാൻ പറയണം. എന്താടി നിനക്ക് ഇവനെ തൊട്ട് കഴിഞ്ഞപ്പോ നിനക്ക് അങ്ങോട്ട് പൊള്ളിയോന്ന് ചോദിക്കണം. സരി പറഞ്ഞു, വേണ്ടച്ചാ വിടാൻ പറയണം. പക്ഷെ രാഹുല് വിട്ടില്ല. രാഹുല് കഴുത്തിന് കയറി കുത്തിപ്പിടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും സരിയോ അകത്തേക്ക് കയറി ഓടിപ്പോയി. പിന്നീട് ഒരു കത്തി എടുത്തുകൊണ്ട് രാഹുലിന്റെ നേരെ ചൂണ്ടണം. വിട എന്റെ മനുവേട്ടനെ, വിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പള്ളയ്ക്ക് ഞാൻ കത്തി കുത്തി ഇറക്കുമെന്ന് പറയണം. ഇത് കേട്ടതും മനോഹർ ഒരു ദീർഘനിശ്വാസം എതിർക്കുവാണ്. മനോഹറിന് സമാധാനമായി. ഇവിടെ തന്നെ രക്ഷിക്കാൻ വന്നല്ലോ. രാഹുൽ പെട്ടെന്ന് ആ പിടി അങ്ങോട്ട് വിട്ടു. പിടി വിട്ടു കഴിഞ്ഞിട്ട് നേരെ സരുവിന്റെ നേർക്ക് തിരിയുവാണ്. നിനക്കെന്നെ കൊല്ലണോ അല്ലേന്ന് ചോദിക്കാം. അതെ, എന്റെ മനുവേട്ടൻ തുള്ളി നോവിച്ചിട്ടുണ്ടെ ഞാൻ വെറുതെ വിടത്തില്ല. നിനക്ക് ഭ്രാന്താണെങ്കിൽ നിങ്ങളെ വല്ല ഭ്രാന്താശുപത്രിയും കൊണ്ടിടും. നിങ്ങൾ ഇന്നത്തോടു കൂടി ഞാൻ തീർക്കുമെന്ന് പറയണം. എന്റെ മനുവേട്ടനെ തൊട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ നെഞ്ചിലേക്ക് ഈ കത്തി കുത്തി ഇറക്കുമെന്ന് പറയാം. പെട്ടെന്ന് രാഹുൽ അടുത്തേക്ക് വന്നു. കുത്തടി, നീ ചുണയുണ്ട കുത്തടിയെന്ന് പറഞ്ഞ് അങ്ങ് നിൽക്കുകയാണ്. ഒരു നിമിഷം സരിവ് പതറിപ്പോയി. ആ കത്തി ഇങ്ങോട്ട് മേടിച്ച് എറിഞ്ഞു കളയാണ്. എന്നിട്ട് പറഞ്ഞു, ഈ പീറ കത്തിയും കൊണ്ടാണ്ട് നീ എന്നെ കൊല്ലാനായിട്ട് വരുന്നേ. ചുണയുണ്ടെങ്കിൽ അല്ലാതെ പാടി നീയം. അതെ, എനിക്ക് നിന്നെ കൊല്ലാനായിട്ട് അല്ലെങ്കിൽ അവനെ കൊല്ലാനായിട്ട് ഈ കത്തിയുടെ ആവശ്യമൊന്നുമില്ല. ഈ കൈ മാത്രം മതി എന്ന് പറയണം അവനെ നേരിടാനായിട്ട്. ഒരു കത്തിയുടെ ആവശ്യമില്ലെന്ന് പറയണം. പിന്നീട് സരുവിനോട് പറഞ്ഞു, മര്യാദയാണ് മര്യാദ, അല്ലേ നിന്നെ വെച്ചേക്കില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോ സരുവ് പറഞ്ഞു, ഓഹോ അങ്ങനെയാണോ, എന്റെ മനുവേട്ടനെ ഒന്ന് തൊട്ട് നോക്ക്, കാണിച്ചു തരാന്ന് പറയണം. ഒറ്റ അടിയായിരുന്നു രാഹുൽ സരുവിന്റെ കവിള് തീർത്ത്. സരു കറങ്ങി അടിച്ച സെറ്റിയിലേക്ക് പോയി വീഴുവാണ്. നീ എന്താടി പറഞ്ഞേ? അവളും അവളുടെ ഒരു മനുവേട്ടനും വന്നിരിക്കുന്നു. ഒരക്ഷരം പോലും മിണ്ടിയാക്കില്ല. സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിന് ഒരു പരിധി ഉണ്ടെന്ന് പറഞ്ഞ് അകത്തേക്ക് അവിടെ കയറി പോവാണ്. ഈ സമയം ശാരി പറഞ്ഞു, മോളെ നീ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയത്? അങ്ങേർക്ക് മുഴുത്ത ഭ്രാന്താന്നാ തോന്നിയെന്ന് പറയണം. ഇത് കേട്ടപ്പം സാരി ഓടിച്ചെന്ന് മനോഹറിന്റെ അടുത്തേക്ക് എന്നിട്ട് ചോദിച്ചു, മനുവേട്ടൻ കുഴപ്പമൊന്നും പറ്റിയില്ല അല്ലേ? എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറയണം. ആ സമയം ശാരി മുറിയിലേക്ക് എന്നപ്പോ രാഹുൽ അസ്വസ്ഥപ്പെട്ടിരിക്കുന്നുണ്ടായിരുന്നു. രാഹുലിന്റെ മുഖം കണ്ടപ്പോ തന്നെ ശാരി ചോദിച്ചു, എവിടെന്നാ നിനക്ക് കിട്ടിയത്? ചന്ദസാന്റെ കയ്യിൽ നിന്നാണോ അതോ ഇനിയിപ്പോ ആ രൂപയുടെ കയ്യിൽ നിന്നാണോ? നിങ്ങളുടെ പെങ്ങള് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും എന്ന് പറയണം. രാഹുലിന്റെ സമനില തെറ്റി നിൽക്കുന്ന അവസ്ഥയല്ലേ. അപ്പൊ എന്ത് ചെയ്യണം, എന്ത് പ്രവർത്തിക്കണമെന്ന് പോലും അറിയത്തില്ല. പിന്നീട് പറഞ്ഞു, ഞാൻ തരാനുള്ളത് എന്താണെങ്കിലും നിങ്ങളുടെ അനിയത്തി തന്നു. നിങ്ങളുടെ പെങ്ങള് തന്നിട്ടുണ്ട്. എവിടുന്നാലും പോയി മേടിച്ചു കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരും, നാണമില്ലാത്തവനെന്ന് പറയണം. ഇത് കേട്ടപ്പോ രാഹുൽ പറഞ്ഞു, അതേടി എനിക്ക് നാണമില്ല, പക്ഷെ ഒന്നിനെ ഞാൻ വെറുതെ വിടാനായിട്ട് പോകുന്നില്ല. എന്ത് ചെയ്യണം എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഈ രാഹുലിനോട് കളിച്ചാൽ ഞാൻ കളി പഠിപ്പിക്കാൻ പോകുന്നുള്ളെന്ന് പറയാം. പിന്നെ ഇപ്പൊ നിങ്ങൾ കളി പഠിപ്പിച്ച തന്നെ നിങ്ങൾക്ക് ശരിക്കും മുഴുത്ത ഭ്രാന്ത് തന്നെയാന്ന് പറയണം. അടി,
ഞാൻ ആ മനോഹരനെ തല്ലിയ നിനക്കെന്താടി ഇത്ര കേടന്നു ചോദിക്കുക? എന്റെ മനുഷ്യ, അവൻ ചാകേണ്ടവൻ തന്നെയാണ്. പക്ഷെ ഉണ്ടല്ലോ, അവൻ ചത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോളുടെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവൾ എന്തായി തീരുമെന്നുള്ളേ അത് ചിന്തിക്കാനുള്ള ബുദ്ധിയും ബോധം പോലെ നിങ്ങൾക്കില്ലേ? നിങ്ങള് വല്ലവരുടെ ഉള്ള ദേഷ്യം വന്നിട്ട് ഇവിടെ വന്ന് തീർക്കേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ തലയ്ക്ക് ബുദ്ധിയും ബോധമില്ല എന്ന് പറയണം. വെറുതെ അല്ല നിങ്ങളുടെ തലമുടയെ തല്ലിപ്പൊളിക്കുന്നു പറയാം. ഇത് കേട്ടപ്പം രാഹുലിന് ദേഷ്യം വന്നു. നീ എന്റെ തലമുണ്ട തല്ലിപ്പൊളിക്കല്ലേ, എന്നാ തല്ലിപ്പൊടിക്കേ എന്നും പറഞ്ഞിട്ട് ശാരിക്കിട്ട് വന്ന ഒറ്റ അടിയായിരുന്നു. ശാരി തെറിച്ച ബെഡിലേക്ക് അങ്ങോട്ട് വീണു. അടിക്കിട്ടി ചുണയുണ്ടെങ്കിൽ നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? ഇത്രയും കാലം വിട്ടു തന്നു കഴിഞ്ഞപ്പോഴത്തേനും അത് നിനക്കൊരു അഹങ്കാരത്തിന് കാരണമല്ലേ? അത് ഞാൻ വെറുതെ വിട്ടു തന്നാടി. പക്ഷെ ഇനി ഞാൻ വിട്ടുതരാൻ പോകുന്നില്ല. അടങ്ങി ഒതുങ്ങി ഇവിടെ നിൽക്കുവാണ് നിനക്ക് കൊള്ളാം. അല്ലാതെ ഇനി നീ എന്റെ തലമണ്ട തല്ലിപ്പൊളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ച് തിരികെ നിന്റെ തലമണ്ട ഞാനായിരിക്കും തല്ലിപ്പൊളിക്കാൻ പോകുന്നത് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശാരി ഒരു നിമിഷം ഒന്ന് ഞെട്ടി പറിച്ചു. പിന്നീട് പറഞ്ഞു, മര്യാദയ്ക്ക് ഇരുന്നോണം ഇവിടെ, ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ച് എന്ന് പറയണം. ശാരി പെട്ടെന്ന് തന്നെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ശാരിക്ക് പേടിയായി പോയി. ചുറ്റും നോക്കിയായിരുന്നു എന്തേലും എടുത്ത് അയാളുടെ തലമണ്ടയ്ക്കിട്ട് അടിക്കാനുണ്ടോന്ന്. പിന്നെ ശാരിക്ക് തോന്നി വേണ്ട, അടിച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ച് തിരികെ തനിക്കിട്ട് തന്നാലോ. താഴേക്ക് ചെല്ലുന്ന സമയത്ത് മനോഹർ സരുവിനോട് പറഞ്ഞു, മോളിന് എന്തൊക്കെ ഒച്ചയും ബഹളം കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറയണം. എന്താന്ന് അറിയത്തില്ല മനുവേട്ടാന്ന് പറയാ. അപ്പൊ തന്നെ ശാരി അങ്ങോട്ട് ഇറങ്ങി ചെന്നു. എന്താ അമ്മേ, മോളിന്ന് എന്താ ഒച്ചപ്പാടും ബഹളം കേട്ടെന്ന് ചോദിക്കാം. അത് പിന്നെ നിന്റെ അച്ഛനുണ്ടല്ലോ, നിന്റെ അച്ഛന് ഭ്രാന്ത് പിടിച്ചാന്ന് പറയണം. അമ്മേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങനെ പോയിട്ടാണെങ്കിൽ ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല എന്ന് പറയണം. മനോഹർ പറഞ്ഞു, മോള് ഒരു കാര്യം ചെയ്യാം, ഞാൻ തൽക്കാലത്തേക്ക് ഇവിടുന്ന് പോകാന്ന് പറയണം. എങ്ങോട്ടേലും പോകാൻ. എങ്ങോട്ട്? ബിസിനസ് ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ മാറി നിൽക്കാന്ന് പറയാം. ഞാൻ ഇനി ഇവിടെ നിന്നാൽ ശരിയാത്തില്ലെന്ന് പറയാം. അവന് മനസ്സിലായി, മനോഹറിന് മനസ്സിലായി, ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അയാൾ തന്നെ കൊല്ലൂ എന്നുള്ള കാര്യം. ഈ സമയം സരിയോ പറഞ്ഞു, മനുവേട്ടൻ പോവുകയാണെങ്കിൽ മനുവേട്ടനോടൊപ്പം ഞാനും വരുമെന്ന് പറയണം. എങ്ങോട്ട്? എങ്ങോട്ടാണെങ്കിലും കുഴപ്പമില്ല, അതെങ്ങനെ ശരിയാവും മോള് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മ ഒറ്റയ്ക്കായി പോവില്ലേ? അമ്മേനെ അയാളെ എന്തെങ്കിലും ചെയ്താലോ? അത് ശരിയാ. പെട്ടെന്ന് ശാരി പറഞ്ഞു, മോള് പോകുമൊന്നും വേണ്ട, മോള് ഇവിടെ ഇരുന്നാൽ മതി, മനു പോയിട്ട് വരട്ടെ എന്ന് പറയണം. കാരണം ശാരിക്ക് ഇപ്പം സരുവിന്റെ കൂടെ നിൽക്കാതിരിക്കാൻ പറ്റില്ല, അല്ലെ അവളുടെ ജീവിതം തകരും. തന്റെ ഒരു ഗതികേടെ കാര്യം പറഞ്ഞാൽ തന്റെ സ്വന്തം മോളാണ്, അല്ല തന്റെ ഭർത്താവ് ചെയ്ത് കൂട്ടിയ കൊള്ളരുതായ്മകൾക്ക് ഇപ്പൊ കൂട്ടു നിൽക്കേണ്ടതായിട്ട് വരുവാണ്. ഇങ്ങനെ ഒരു ഗതികേട് ഒരു അമ്മയ്ക്ക് ഉണ്ടാവല്ലേ എന്നൊക്കെ ശാരി മനസ്സിൽ പറയാണ്. പിന്നീട് പ്രകാശിനും വിക്രമും കൂടെ ബോഡി കാണാൻ വേണ്ടി, ചന്ദ്രസേന്റെ ബോഡി കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ പോകുന്ന വഴിക്ക് പറഞ്ഞു, എടാ അവനെ ഒന്ന് വിളിച്ചു നോക്കിയേ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ വിക്രം പറഞ്ഞു, എന്തിനാ വിളിക്കുന്നേ, നമുക്ക് അങ്ങോട്ട് ചെന്നാ പോരെന്ന് ചോദിക്കണം. എന്നാലും എന്തായെന്ന് അറിയത്തില്ല കാര്യങ്ങള്, കുറച്ചുകൂടെ അങ്ങ് ചെല്ലട്ടെ അച്ഛാ, എന്നിട്ട് നമുക്ക് വിളിക്കാന്നൊക്കെ പറയണം. സന്തോഷത്തോടെ അങ്ങോട്ട് പോവാണ്. ഈ സമയം കിരണും ചന്ദ്രസേനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകാശിന് ഇപ്പൊ തന്നെ വരും, അവൻ വരുന്നത് തന്റെ ബോഡി കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ അവനിട്ടുള്ള നല്ല പണി തന്നെയാ കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും കല്യാണിയും സോണിയും ആൽബിയും കൂടെ അങ്ങോട്ട് വരണം. അവർ കേക്കൊക്കെ മേടിച്ചോണ്ടാ വന്നേ. ആ സമയത്ത് കല്യാണി, നമ്മൾ കുറച്ച് ലേറ്റ് ആയില്ലേന്ന് ചോദിക്കണം. അതൊന്നും സാരമില്ല, പെട്ടെന്ന് തന്നെ പോയിട്ട് വന്നല്ലോ, കേക്കൊക്കെ റെഡിയായി കിട്ടണ്ടേന്ന് ചോദിക്കണം. കല്യാണി പറഞ്ഞ്, രണ്ടും സന്തോഷമല്ലേ, ഒന്ന് അച്ഛനും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി, പിന്നെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ ദിവസം, എല്ലാം കൂടെ നമുക്ക് അടിച്ചു പൊളിച്ച് അങ്ങോട്ട് ആഘോഷിക്കണമെന്ന് പറയണം. അത് ശരിയാ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി കഴിയുമ്പോഴത്തേനും കിരൺ അങ്ങോട്ട് ഇറങ്ങി വന്നു. ഇതെന്താ ഇത്ര നിങ്ങൾ ലേറ്റ് ആയെന്ന് ചോദിക്കാം. ഒത്തിരി ലേറ്റ് ആയല്ലോ, ഞങ്ങൾ പെട്ടെന്ന് തന്നെ വന്നില്ലേന്ന് ചോദിക്കാം. എന്ത് പറ്റി, പെട്ടെന്ന് വരാൻ പറഞ്ഞ് വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ഒരു സന്തോഷമുള്ളൊരു കാര്യം നടക്കാൻ പോവാന്ന് പറയണം. സന്തോഷമുള്ള കാര്യമല്ലേ നടക്കാൻ പോകുന്നത്, വെഡിങ് ആനിവേഴ്സറി അല്ലേന്ന് കല്യാണി ചോദിക്കാം. അതല്ല, നിന്നെ അംഗീകരിക്കാത്ത നിന്റെ അച്ഛനുണ്ടല്ലോ, അങ്ങേരിപ്പം ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറയണം. എന്റെ അച്ഛനോ, അതിന് ഇങ്ങോട്ടേക്ക് വരുന്നേ? അത് പിന്നെ ഉണ്ടല്ലോ, മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, എന്റെ അച്ഛന്റെ ബോഡി കാണാൻ വേണ്ടി വരുന്ന. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. എനിക്ക് തോന്നേ ആ രാഹുൽ എന്ന് പറയുന്ന ദുഷ്ടപ്പിശാശി വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നേ, എന്റെ അച്ഛൻ മരിച്ചു പോയെന്ന്. അതൊക്കെ കേട്ടിട്ട് വരുന്ന. വരട്ടെ, വരുമ്പോ നല്ലൊരു പണി തന്നെ നമുക്ക് കൊടുക്കാന്ന് പറയണം. അങ്ങനെ അവരകത്തേക്ക് കയറി ചെല്ലുവാണ്. ഈ സമയം പ്രകാശം വിക്രത്തിനോട് പറഞ്ഞു, എടാ ഞാൻ ആ ഹരീനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയണം. അങ്ങനെ ഹരീനെ വിളിച്ചു. ആ സമയം ഹരിസാർ അവിടെ ഉണ്ടായിരുന്നു, കോൾ എടുത്തു. എന്താ പ്രകാശ, അല്ല ബോഡി എടുക്കാറായി, എന്തായി കാര്യങ്ങളൊക്കെ? ഇതേ ബോഡി കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോയേക്കുക, ഇപ്പൊ തന്നെ ബോഡി എടുക്കൂന്ന് പറയാം. ആ ശരി ശരി, ഞങ്ങൾ ഇപ്പൊ തന്നെ എത്തുമെന്ന് പറയണം. പിന്നീട് വിക്രത്തിനോട് പറഞ്ഞു, മോനെ എത്രയും പെട്ടെന്ന് പോകണം, അവിടെ ബോഡി എടുക്കാറായെന്ന് പറയണം. ഇതിലിപ്പോ ഒരു സന്തോഷം വേറെ ഉണ്ടാവാനില്ല. അങ്ങനെ അവർ അങ്ങോട്ടേക്ക് വരുവാണ്. ഈ സമയം ഹരിസാറ് പറഞ്ഞു, ദേ ഇപ്പൊ തന്നെ പ്രകാശനൊക്കെ വരുമെന്ന് പറയണം. രൂപ പറഞ്ഞു, വരട്ടെ, അവൻ ഇവിടെ വരട്ടെ, ഇവിടെ വന്നിട്ട് വേണം അവനിട്ടുള്ള പണി കൊടുക്കാനെന്ന് പറയണം. ഈ സമയം കല്യാണി പറഞ്ഞു, അത് ശരിയാ, വെറുതെ വിടല്ലോ, കുറെ കാലമായിട്ട് ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്, ഓരോ ദിവസം പോട്ടെ എന്ന് കരുതി ഇരിക്കുന്ന കഴിയുമ്പോഴത്തേനും തലേ കയറി നിറങ്ങാൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ വിടേണ്ട കാര്യമില്ല കിരണേട്ടാന്ന് പറയണം. ആ സമയം ആലി പറഞ്ഞു, അത് ശരിയാ, അവനെ പോലെ ഒരു ദുഷ്ടന്, ആ വിക്രത്തിനെ പോലെ ഒരു ദുഷ്ടൻ, പക്ഷേങ്കില് അവനിപ്പം ഞാൻ അവനോട് നന്ദിയും കടപ്പാടും എനിക്കുണ്ടെന്ന് പറയണം. പെട്ടെന്ന് കല്യാണിക്ക് ഒരു നിമിഷം ഞെട്ടിപ്പോയി. എന്താ ആൽബി പറയണമെന്ന് ഓർത്തുണ്ട്, നന്ദിയും കടപ്പാടോ? എന്താ ആൽബി അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കാം.
അത് പിന്നെ മറ്റൊന്നും കൊണ്ടല്ല. ഒരുപക്ഷെ ആ വിക്രത്തിന്റെ അച്ഛന് പ്രകാശനുണ്ടല്ലോ, അയാള് വിക്രത്തിനെ അങ്ങനെ ആക്കി വിട്ടോണ്ടല്ലേ അവനിങ്ങനെ മോശക്കേടായിട്ട് നടക്കുന്നേ. അതുകൊണ്ടല്ലേ അവന്റെ വിവാഹ ജീവിതം താറുമാറായി പോയത്. അതുകൊണ്ട് എനിക്ക് സോണിനെ പോലെ ഒരു നല്ല പെൺകുട്ടിനെ കിട്ടിയില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പം സോണി ഒന്ന് ചിരിക്കുകയാണ്. കല്യാണി എല്ലാവരും ചിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും സന്തോഷിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.